ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലൗസിൻ്റെ കൈമേൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ളൊരു സൂചി വേണം, അതുപോലെ തന്നെ നൂലും കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ കൈമേലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും കാണുന്ന താല്പര്യമുള്ളവർക്കാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സൂചി കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മണി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കൈയാണ് ഡിസൈൻ ചെയ്യുന്നത്, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ചെറിയ സൂചിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു മണികളൊക്കെ നമുക്ക് ഇതിൽ കോർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതായത് ഇങ്ങനെ താഴോട്ട് വലിക്കുക. നൂല് ഒരു സ്ഥലത്തും ഇങ്ങനെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കരുത് കേട്ടോ. ഫുള്ള് ടൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണത്. ഇനി നമുക്ക് ഇവിടെ മുകളിൽ കോർത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ സൂചി താഴോട്ട് ഇങ്ങനെ കുത്താം കേട്ടോ. താഴോട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുക. എന്നിട്ട് ഇത് വലിച്ചെടുക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ കറക്റ്റ് നൂലെല്ലാം ടൈറ്റ് ആയില്ലേ എന്ന് നോക്കണം നമ്മൾ. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഇങ്ങനെ അടിയിൽ നിന്ന് തന്നെ സൂചി ഇങ്ങനെ കുത്തുക. എന്നിട്ട് വീണ്ടും വലിക്കുക. വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. കൂടുതൽ ഇങ്ങനെ വലിച്ച് ചുളുങ്ങാനൊന്നും പാടില്ല. ഇനി നമുക്ക് അടുത്ത ഷെല്ല് ഇതുപോലെ കോർത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് കൈയിൻ്റെ ചുറ്റും ആദ്യം തന്നെ ഇങ്ങനത്തെ മണികൾ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും താഴോട്ട് കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തരുത്. അപ്പോൾ പിന്നെ നൂലിങ്ങനെ പൊന്തിക്കുന്ന പോലെ തോന്നും. ഇതിപ്പോൾ ശരിക്കും ഗോൾഡൻ മണി മാത്രം നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇനി നമുക്ക് വീണ്ടും ചെറിയ ഗ്യാപ്പ് ഇട്ട് കുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഷെല്ലുകളൊക്കെ കയറ്റാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യാൻ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലേസുകളൊക്കെ മേടിച്ച് തുന്നുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തുന്നുന്നതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ മേടിച്ചാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ലേസ് ഇപ്പോൾ നമുക്ക് മേടിച്ച് ഉണ്ടാക്കലാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ കൈ കൊണ്ട് തന്നെ തുന്നണം. അപ്പോൾ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും, നല്ലൊരു ഭംഗി. അപ്പം നമ്മൾ ഈ മണികളൊക്കെ നല്ല കറക്റ്റായിട്ട് റൗണ്ടായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് വർക്കും കൂടെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളതാ ഈ ഒരു ഇറ്റാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മണികൾ വെച്ചതിൻ്റെ ഇടയിലായിട്ട് ഇത് ജസ്റ്റ് ഒരു 2 എണ്ണം കോർക്കേണ്ടി വരും. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം വലിപ്പം കുറവാണ് കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വി ഷേപ്പ് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇനി വി ഷേപ്പ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂചിമേൽ നമ്മുടെ ഗ്രീൻ നൂല് തന്നെയാട്ടോ. ഈ നൂലെന്ന് പറയുന്നത് സാധാരണ നമ്മൾ തുന്നണ നൂല് തന്നെയാട്ടോ നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ഇതുപോലത്തെ ഒരു റോള് നൂലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തുന്നിയെടുക്കാം, പുറത്തൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കനം കുറഞ്ഞ സൂചി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഹെമ്മിങ് ചെയ്യുന്ന സൂചി എടുത്തു കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ കോർക്കണ മണികളൊന്നും കയറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കനം കുറഞ്ഞ സൂചികളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും. നമ്മൾ ടൈലർ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കനം കുറഞ്ഞ സൂചി കിട്ടും. അപ്പോൾ നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല മൂർച്ചയുള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറേ നേരം അടുപ്പിച്ചിരിക്കുമ്പോൾ ഒരു ബോറടിയൊക്കെ തോന്നുമെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ കെട്ടിട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും നൂലെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കേട്ടോ ഒരു പകുതി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ സൂചി കയറ്റാം. നല്ലപോലെ വലിക്കണം കേട്ടോ. നൂല് നമ്മൾ അധികം ലെങ്ത്ത് എടുക്കണ്ട, ഒരു റൗണ്ടൊക്കെ ഫുള്ളാക്കാൻ പറ്റുന്ന അത്ര എടുത്താൽ മതി. അപ്പം നമ്മൾ നൂലെടുക്കുമ്പോൾ കുറേ എടുക്കണ്ട, ഒരൊറ്റ ട്രിപ്പിന് എല്ലാം ചെയ്യാനുള്ള നൂലെടുക്കണ്ട. അപ്പം നമുക്ക് കെട്ടുപെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ കോർക്കാണ് കേട്ടോ. 2 എണ്ണം കോർക്കുന്നുണ്ട് ഞാൻ. 2 എണ്ണമാണ് ഞാൻ ഇതിൽ കോർക്കുന്നത് കണ്ടോ. 2 എണ്ണം കോർത്തു. നല്ലപോലെ ഒന്ന് താഴോട്ട് വലിച്ചാക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ കോർത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വി ഷേപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ കുത്തിടാം. ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ് കാരണം ഇവിടെ സെൻറ്ററിലായിട്ട് തന്നെ നമുക്ക് സൂചി താഴോട്ട് കുത്താം. ഇത് നല്ലപോലെ വലിക്കാം കേട്ടോ. കെട്ടൊക്കെ പെടയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളതൊക്കെ തീർത്ത് കൊടുത്തിട്ട് വേണം ആക്കാനായിട്ട്.
കെട്ട് പിടഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നത് വെറുതെ പോവും, മൊത്തം വെട്ടി കളയേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കെട്ട് വിടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതേ കണ്ടോ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എൻഡ് പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സൂചി മുകളിലോട്ട് കുത്തുക, താഴേന്ന് മുകളിലേക്ക് കുത്തുക. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ വലിച്ചെടുക്കുക. എല്ലാ നൂലും വലിഞ്ഞ് പോകുന്നു ഉറപ്പ് വരുത്തണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വെറുതെ പോവും. അങ്ങനെ നമുക്ക് ഇനിയും 2 എണ്ണം കോർത്ത് കൊടുക്കാം കേട്ടോ. 2 എണ്ണം കോർത്തിട്ട് വീണ്ടും താഴേക്ക് ആക്കാം. അപ്പോൾ ഇതേ 2 എണ്ണം കോർത്തിട്ടുണ്ട്. ഇനി അടുത്ത് കറക്റ്റായൊരു വി ഷേപ്പ് ആക്കണ പോലെ ഇതാ ഇവിടെ ആക്കുക. ആ പോയിന്റിൽ വെച്ച് തന്നെ നമ്മൾ സൂചി താഴോട്ട് കുത്താം. എന്നിട്ട് നല്ലപോലെ വലിക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമ്മൾ താഴെ ഈ മണിയുടെ ഇടയിൽ ഇതായതുപോലെ വി ഷേപ്പായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്കിതുപോലത്തെ സിൽവർ കളറുള്ള മണികൾ വെച്ച് കൊടുക്കാം. സിൽവർ ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നൂല് ഇതുപോലെ തന്നെ താഴെന്ന് കോർക്കാം കേട്ടോ. താഴെന്ന് ഇങ്ങനെ ഈ ജോയിൻറ്റിൽ വെച്ച് തന്നെ കുത്തിടാം. ആദ്യം ഇവിടെ വെച്ച് ഇങ്ങനെ കുത്തിട്ടിട്ട് മുകളിലോട്ട് ഇതുപോലെ വലിക്കാം. അപ്പോൾ നമ്മൾ സിൽവർ ഇതായിട്ട് എടുക്കുന്നത്, സിൽവർ കളറുള്ള മണികളാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നിങ്ങനെ കോർക്കുക. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ തുന്നുന്നത്. അപ്പോൾ ഇതുപോലെ കോർത്ത് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി വെക്കുക. നൂലെടുത്തില്ല പെട്ടെടുത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ പിന്നെ കുളമാവും. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്ത് ഇങ്ങനെ ആക്കുക, താഴോട്ട് നമ്മുടെ സൂചി ഇങ്ങനെ കൊണ്ടുപോവുക, എന്നിട്ട് വലിക്കുക. അത് അത്യാവശ്യം കുറച്ച് പണിയുള്ള കേസാണ്, നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരൊറ്റ ഇരിപ്പിന് നമ്മളിത് മൊത്തം ചെയ്ത് തീർക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്ക് തോന്നും. ഇടയിൽ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് അടുത്തത് ഇതുപോലെ കോർക്കുക. എന്നിട്ട് നമ്മുടെ സിൽവർ മണി വീണ്ടും അങ്ങനെ ഒരു 4 എണ്ണം എങ്കിലും നമുക്കൊരു ലെയറിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യണത്. ഒരു 4 എണ്ണം എങ്കിലും വരണം, നേരെ. ഇനി താഴോട്ടാക്കുക, വീണ്ടും വലിക്കുക. വലിക്കുമ്പോൾ ഇങ്ങനെ ചുളിവ് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വലിച്ചു പിടിക്കരുത് കൂടുതലായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ തന്നെ ഇവിടെ ആയിട്ടൊരു പോയിൻ്റ് ഇടാം. ഇവിടെ ആയിട്ട് ഇടാം, കുറച്ച് നീക്കിയിട്ട്. കറക്റ്റ് സെൻറ്റർ ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ ആ ഒരു ലെവൽ വരുന്നത്. ഇനി നമുക്ക് വീണ്ടും സിൽവർ മണി ഇടാം. വീണ്ടും ഇതുപോലെ കോർക്ക ടൈറ്റായിട്ട്, എന്നിട്ട് താഴോട്ടാക്കുക. വീണ്ടും വലിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൈ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഷെല്ലും കൂടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അപ്പോൾ ഞാൻ ചെയ്തത് ഇതാണ്, ഒരു 4 എണ്ണം, 5 എണ്ണം, 4 അങ്ങനെ 5 പല ലെവലിലായിട്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതാ ചുറ്റും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കി കറക്റ്റ് ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷേപ്പ് അടിക്കാനുണ്ട്. അപ്പോൾ ഷേപ്പ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഷെല്ലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ മെഷീനിലൊക്കെ ആയതുകൊണ്ട് സൂചിയൊക്കെ കേടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏകദേശം ഒരു ടൈറ്റ് അടിക്കാനുള്ള ലൂസ് അടിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യാം. നമുക്കൊരു 50 രൂപ വരെ താഴെയൊക്കെ വരുള്ളൂ ഏകദേശം റേറ്റ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് തന്നെ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ 800-1000 രൂപയൊക്കെയാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ
ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കയ്യിൻ്റെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നെക്കിൻ്റെയും കൂടിയാണ്. നെക്ക് ഞാൻ ബാക്ക് കഴുത്ത് ചെയ്തിട്ടുള്ളതായി ഈ മോഡലാണ് കേട്ടോ. കണ്ടോ, നല്ല സിമ്പിളായിട്ടുള്ളതാണ്. ഫ്രണ്ട് കഴുത്ത് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനത്തെ മോഡലാട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് കഴുത്ത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് മൊത്തം ചെയ്യുന്നതിന് നമുക്കൊരു 50 രൂപയൊക്കെ താഴെ വരുള്ളൂ. 50 രൂപ വരില്ല, ഒരു 30 രൂപയൊക്കെ നമുക്ക് ഏകദേശം വരുള്ളൂ ഈ ഷെല്ലുകളൊക്കെ മേടിക്കാനായിട്ട്. പിന്നെ നൂലിനും സൂചിക്കും ഇപ്പം അത്ര ചിലവൊന്നുമില്ല. ഒരു 4 രൂപ കൊടുത്തൊരു നൂല് കിട്ടും. അതുപോലെ തന്നെ സൂചിക്കും അത്ര റേറ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് തന്നെ വീട്ടിലൊരു 30 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും കേട്ടോ. അത് അത്രയും നമുക്ക് ബാക്കിയും വേറെ ഡ്രസ്സ് ചെയ്യാനും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഒട്ടിക്കാനായിട്ട് നല്ലതാണ്. നമുക്ക് പ്ലെയിൻ തുണി എടുത്തിട്ട് അതിലിതൊക്കെ ഒട്ടിച്ച് കുറച്ച് ഷെല്ലുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെയൊക്കെ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി. അപ്പം നമ്മൾ ഏകദേശം ഒരു കൈ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഷെല്ലും കൂടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അപ്പോൾ ഞാൻ ചെയ്തത് ഇതാണ്. ഒരു 4 എണ്ണം 5 എണ്ണം 4 അങ്ങനെ 5 പല ലെവലിലായിട്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതായത് ചുറ്റും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കി കറക്റ്റ് ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷേപ്പ് അടിക്കാനുണ്ട്. അപ്പോൾ ഷേപ്പ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഷെല്ലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ മെഷീനിലൊക്കെ ആയതുകൊണ്ട് സൂചിയൊക്കെ കേടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏകദേശം ഒരു ടൈറ്റ് അടിക്കാനുള്ള ലൂസ് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യാം. നമുക്കൊരു 50 രൂപ വരെ താഴെയൊക്കെ വരുള്ളൂ ഏകദേശം റേറ്റ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് തന്നെ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ 800 1000 രൂപയൊക്കെയാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ കയ്യിൻ്റെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നെക്കിൻ്റെയും കൂടിയാണ്. നെക്ക് ഞാൻ ബാക്ക് കഴുത്ത് ചെയ്തിട്ടുള്ളതായി ഈ മോഡലാണ് കേട്ടോ. കണ്ടോ, നല്ല സിമ്പിളായിട്ടുള്ളതാണ്. ഫ്രണ്ട് കഴുത്ത് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനത്തെ മോഡലാട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് കഴുത്ത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് മൊത്തം ചെയ്യുന്നതിന് നമുക്കൊരു 50 രൂപയൊക്കെ താഴെ വരുള്ളൂ. 50 രൂപ വരില്ല, ഒരു 30 രൂപയൊക്കെ നമുക്ക് ഏകദേശം വരുള്ളൂ ഈ ഷെല്ലുകളൊക്കെ മേടിക്കാനായിട്ട്. പിന്നെ നൂലിനും സൂചിക്കും ഇപ്പം അത്ര ചിലവൊന്നുമില്ല. ഒരു 4 രൂപ കൊടുത്തൊരു നൂല് കിട്ടും. അതുപോലെ തന്നെ സൂചിക്കും അത്ര റേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലൊരു 30 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും കേട്ടോ. അത് അത്രയും നമുക്ക് ബാക്കിയും വേറെ ഡ്രസ്സ് ചെയ്യാനും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഒട്ടിക്കാനായിട്ട് നല്ലതാണ്. നമുക്ക് പ്ലെയിൻ തുണി എടുത്തിട്ട് അതിലിതൊക്കെ ഒട്ടിച്ച് കുറച്ച് ഷെല്ലുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെയൊക്കെ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി.